ടേസ്റ്റ് ആഫ്രിക്ക വിത്ത് ആശ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഓണം ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി പങ്കെടുക്കണം. ഇത്രയും മാത്രം ചെയ്താൽ മതി. ലൈക്ക്, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കി പരാജയപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ഉപ്പുമാവ്. ഇപ്പൊ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും വീഡിയോ പോയി കണ്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ഉപ്പുമാവിന് ചേർക്കാൻ വേണ്ടത് 3 ബീൻസ്, ഒരു ചെറിയ പീസ് ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു സവോള. ഇത്രയാണ്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാവേ. ബീൻസ് ചെറുതായിട്ട് അരിയണേ. ബീൻസിൻ്റെ അതേ വലിപ്പത്തിൽ നമുക്ക് ക്യാരറ്റും കട്ട് ചെയ്യാവേ. അടുത്തത് 2 പച്ചമുളക്, അതും കട്ട് ചെയ്തെടുക്കാം. അടുത്തത് സവോളയും ചെറുതായിട്ട് അരിയണം. ഞാൻ ഏറെ സവോള ചേർക്കും. ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ റവ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് റവ മാറ്റിയിടാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അല്പം നെയ്യ് ചേർക്കാമേ. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ റവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നതോട് വരെ നന്നായിട്ട് വറക്കും. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കാതിരിക്കും. അതുകൊണ്ടാണ്. നമുക്ക് ഈ റവ പാത്രത്തിലേക്കിടാം. റവ വറുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. നെയ്യായാലും കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. അല്പം കടുകിടാതെ, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരല്പം വഴന്നു വരണേ. ഈ സമയത്ത് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പുമാവിന് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുകൊണ്ടൊരല്പം മഞ്ഞൾപ്പൊടി. ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത റവയും കൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കണേ. ഈ വെജിറ്റബിൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർക്കാവേ. ചൂടായ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, ഈ മിക്സിലേക്ക്. അപ്പോൾ അല്പാൽപമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അല്പാൽപ്പം വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പുമാവ് കുഴഞ്ഞു പോകത്തില്ല. നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.